കർണാടകയിലെ ഷിരൂരിൽ തെരച്ചിൽ ഫലം കാണുന്നതുവരെ തുടരണം എന്ന് കേരളം കർണാടകയോട് ആവശ്യപ്പെട്ടതായി മന്ത്രി എ.കെ. ശശീന്ദ്രൻ പറഞ്ഞു. മറ്റു ചില ശ്രമങ്ങൾ നടത്താമെന്ന് ജില്ലാ ഭരണകൂടം അറിയിച്ചിട്ടുണ്ടെന്നും അവലോകന യോഗത്തിനു ശേഷം മന്ത്രി പറഞ്ഞു. അതേസമയം രക്ഷാദൌത്യത്തിന് ഡ്രഡ്ജർ സാധ്യത പ്രായോഗികമല്ലെന്ന് കാർവാർ എം.എൽ.എ. സതീഷ് കൃഷ്ണ സെയിൽ. നദിയിലേക്ക് പ്രൊക്ലൈൻ ഇറക്കുന്നത് ആലോചനയിലുണ്ടെന്നും സതീഷ് കൃഷ്ണ സെയിൽ പറഞ്ഞു. വിവരങ്ങളുമായി ഷഫീദ് റാവുത്തറാണ് ഇപ്പോൾ നമുക്കൊപ്പം ചേരുന്നത്. ഷഫീദ്, ഇതൊരു വലിയ വെല്ലുവിളിയാകുന്നു. ഓരോ ദിവസം കഴിയും തോറും പ്രതീക്ഷ മങ്ങുകയാണ്. പക്ഷേ കേരളം ആവശ്യപ്പെടുന്നത് അർജുനെ കണ്ടെത്തുന്നതുവരെ തെരച്ചിൽ തുടരണം. ആ ഒരു അഭ്യർത്ഥന തന്നെയാണ് ഇന്നുണ്ടായ യോഗത്തിലും. ഇപ്പോൾ തെരച്ചിൽ അവിടെ തുടരുകയാണോ? വിവരങ്ങൾ എന്താണ്? അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം 13-ാം ദിവസമാണ്. ഈ 13-ാം ദിവസവും നമുക്ക് ഏറെ പ്രതീക്ഷ നൽകുന്ന ഒരു കാര്യവും ഇവിടെ ഉണ്ടാകുന്നില്ല എന്നുള്ളതൊരു യാഥാർത്ഥ്യമാണ്. അവശേഷിക്കുന്ന ഒരേ ഒരു പ്രതീക്ഷ ഈശ്വർ മാൽപ്പയാണ്. ഈശ്വർ മാൽപ്പയും സംഘവും ഇപ്പോൾ അവരുടെ തിരച്ചിലിന് നദിയിലേക്ക് ഇറങ്ങിയിട്ടുണ്ട്. അല്പസമയത്തുള്ള അദ്ദേഹത്തിന്റെ ഡൈവ് യാഥാർത്ഥ്യമാകും. നമ്മൾ നേരത്തെ ഇന്ന് രാവിലെ ഈശ്വർ മാൽപ്പയോട് സംസാരിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞത് ഇന്നലെ ഏതാണ്ട് 6 പ്രാവശ്യം ഡൈവ് ചെയ്തു, 3 സ്പോട്ടുകളിൽ ഡൈവ് നടത്തി. പക്ഷെ അവിടെയെങ്കിലും ട്രക്കിന്റെ അവശേഷിപ്പുകളോ കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല. ആകെ കണ്ടെത്താൻ കഴിഞ്ഞിട്ടുള്ളത് തകര ഷീറ്റും അതേപോലെ മുകളിലെ മലയിൽ നിന്ന് ഒഴുകി വന്ന കുറച്ച് മരത്തടികളും മാത്രമാണ്. അതിനപ്പുറത്തേക്ക് മറ്റൊന്നും കണ്ടെത്താനായിട്ടില്ല എന്നുള്ളതാണ് ഈശ്വർ മാൽപ്പ പറഞ്ഞത്. ഇനി അവശേഷിക്കുന്നത് ഒരേ ഒരു സ്പോട്ട് കൂടിയാണ്. അവിടെ ഇന്ന് തിരച്ചിൽ നടത്താനാണ് ഇപ്പോൾ ജില്ലാ ഭരണകൂടം അനൌദ്യോഗികമായി അനുമതി നൽകിയിട്ടുള്ളത്. നേവി സംഘവും NDRF സംഘവും നമുക്ക് ദൃശ്യങ്ങളിലൊക്കെ കാണാൻ സാധിക്കുന്നത് പോലെ തന്നെ ഈ നദിയുടെ തൊട്ട് താഴെ, അതായത് മൺകൂനയ്ക്ക് തൊട്ട് താഴെ നിലയുറപ്പിച്ചിട്ടുണ്ട്. ഏതെങ്കിലും തരത്തിൽ ഈശ്വർ മാൽപ്പയുടെ രക്ഷാദൌത്യത്തിൽ അപകടം സംഭവിക്കുകയാണെങ്കിൽ അത് രക്ഷിക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ ഒരു നീക്കം നേവിയുടെ ഭാഗത്ത് നടക്കുന്നുണ്ട്. അടിയൊഴുക്ക് നമുക്ക് കാഴ്ചയിൽ കുറഞ്ഞിട്ടുണ്ട്, പക്ഷേ അതറിയില്ല എത്രത്തോളമാണ് ഉള്ളതെന്നുള്ളത്. നദിയുടെ ജലനിരപ്പ് കുറച്ച് താഴ്ന്നിട്ടുണ്ട് എന്നുള്ളത് നമുക്ക് ഇവിടുന്ന് കാണാൻ സാധിക്കും. എപ്പോഴും നമുക്ക് ആശങ്കകൾ പലതാണ്. ഇന്ന് രാവിലെ 10 മണിക്കായിരുന്നു കാർവാർ IBയിൽ ഔദ്യോഗികമായിട്ടുള്ള അവലോകന യോഗം ചേർന്നത്. അവലോകന യോഗത്തിൽ ഈ യോഗങ്ങളിൽ ഒരു തീരുമാനമെടുക്കുകയും പിന്നീട് അത് നടപ്പാക്കാത്തതിനെയും ചൊല്ലി കേരളം വിയോജിപ്പ് രേഖപ്പെടുത്തിയിട്ടുണ്ട്. ശേഷം മന്ത്രിമാരും കേരളത്തിൽ നിന്നുള്ള സംഘവും കാർവാർ DC അടക്കമുള്ള ആളുകളും ഈ അപകട സ്ഥലത്തേക്ക് എത്തി കാര്യങ്ങൾ വിലയിരുത്തി. നേവിയിലെ ഉന്നത ഉദ്യോഗസ്ഥനും ഈ സംഭവ സ്ഥലത്ത് നടന്ന യോഗത്തിൽ പങ്കെടുത്തിരുന്നു. അതിനുശേഷം മാധ്യമങ്ങളെ കണ്ടപ്പോഴാണ് മന്ത്രി എ.കെ. ശശീന്ദ്രൻ കേരളം സമ്മർദ്ദം ചെലുത്തുന്നു കർണാടകയ്ക്ക് മുകളിൽ, ഒരു തരത്തിലും തിരച്ചിൽ അവസാനിപ്പിക്കരുത് എന്നുള്ളതാണ് കേരളം ആവശ്യപ്പെട്ടുള്ളത്. കർണാടക മുഖ്യമന്ത്രിയോട് ഫോണിൽ വിളിച്ച് ആവശ്യപ്പെട്ടിട്ടുണ്ട് എന്നുള്ള വിവരം കൂടി ഇപ്പോൾ പുറത്തു വരുന്നുണ്ട്. നിലവിൽ ഇവിടുത്തെ ഒരു ഗ്രൗണ്ട് റിയാലിറ്റി എന്ന് പറയുന്നത് നമുക്ക് മുൻപിൽ പലതരത്തിലുള്ള ഓപ്ഷനുകൾ കഴിഞ്ഞ ദിവസം കാർവാർ ജില്ലാ ഭരണകൂടം മുന്നോട്ട് വെച്ചിരുന്നു. പക്ഷെ അതിലൊക്കെ പ്രായോഗിക ബുദ്ധിമുട്ടുണ്ട്. അതിൽ ഏറ്റവും പ്രധാനം നേവിയുടെ ഡൈവിംഗ് ആണ്. നേവി ഇപ്പോൾ പുഴയിൽ പരിശോധന നടത്തുന്നുണ്ട്. ഷഫീദ് റാവുത്തറാണ് വിവരങ്ങൾ നമുക്ക് നൽകിക്കൊണ്ടിരിക്കുന്നത്. ഇന്നിപ്പോൾ 13-ാം ദിവസത്തിലേക്ക് കടക്കുകയാണ് ഷിരൂരിലെ തെരച്ചിൽ. മറ്റു ചില ശ്രമങ്ങളെല്ലാം നടത്തി നോക്കും എന്ന് ജില്ലാ ഭരണകൂടം ഇന്ന് ഉണ്ടായ അവലോകന യോഗത്തിൽ അറിയിച്ചിട്ടുണ്ട്. മന്ത്രി എ.കെ. ശശീന്ദ്രൻ അറിയിച്ചതനുസരിച്ച് കേരളം ഇന്നും അർജുനെ കണ്ടെത്തും വരെ ഈ തെരച്ചിൽ അത് തുടരണം എന്നുള്ള അഭ്യർത്ഥന അതൊരു ആവശ്യമായി തന്നെ ഉന്നയിച്ചിട്ടുണ്ട്. നദിയിലേക്ക് പ്രൊക്ലൈൻ ഇറക്കുന്നത് ആലോചനയിലുണ്ടെന്ന് MLA സതീഷ് കൃഷ്ണ സെയിൽ നമ്മളോട് പറയുകയുണ്ടായി. ഒരുപാട് വെല്ലുവിളികൾ നിറഞ്ഞു നിൽക്കുന്നതാണ് എന്ന് പലതവണ പറയുമ്പോഴും വീണ്ടും ചെറിയ രീതിയിലെങ്കിലും ഒരു പ്രതീക്ഷയുടെ ഒരു നേർത്ത കച്ചിത്തുരുമ്പുമായി മുന്നോട്ട് പോവുകയാണ്. ഇപ്പോൾ സംഭവിക്കുന്നത് വീണ്ടും ഈ സംഘം പരിശോധന നടത്തുന്നു. ഈശ്വർ മാൽപ്പെ നദിയിൽ ഇറങ്ങിയിരിക്കുന്നു എന്നുള്ള വിവരം വരുന്നുണ്ട്. ഷഫീദ്, ആ രീതിയിൽ തന്നെയാണോ? അവർ വീണ്ടും നദിയിലേക്ക് ഇറങ്ങിയിട്ടുണ്ടോ? ഷഫീദ് റാവുത്തർ അല്പസമയത്തിനകം നമുക്കൊപ്പം ചേരും എന്നാണ് പ്രതീക്ഷിക്കുന്നത്. ഷിരൂരിലെ തെരച്ചിലിന്റെ ദൃശ്യങ്ങളാണ് നമ്മൾ കാണുന്നത്. ഇപ്പോൾ ആ സംഘം വീണ്ടും നദിയിലേക്ക് ഇറങ്ങിയിട്ടുണ്ട്. നദിയിൽ എപ്പോൾ അതിനകത്തേക്ക് വീണ്ടും ഇറങ്ങാൻ കഴിയുമെന്നുള്ള കാര്യത്തിൽ ഒരു വ്യക്തതയില്ല. അല്പം മുൻപ് അവലോകന യോഗം ചേർന്നിരുന്നു. ഇന്നിപ്പോൾ തെരച്ചിൽ ഏത് രീതിയിൽ കൊണ്ടുപോകണം എന്നുള്ള കാര്യത്തിൽ ഇപ്പോഴും ഒരു അവ്യക്തത നിലനിൽക്കുന്നുണ്ട്. നദിയിലെ കുത്തൊഴുക്ക് വലിയ വെല്ലുവിളിയാകുന്നുണ്ട്. മുങ്ങൽ വിദഗ്ധൻ ഇന്നലെ ഇറങ്ങിയതിനു ശേഷം ഈശ്വർ മാൽപ്പെ പറഞ്ഞത് ഈ അകത്തേക്ക് ഉള്ളിലെ ആഴത്തിലേക്ക് പോകും തോറും ഒന്നും കാണാൻ സാധിക്കുന്നില്ല. അത്തരത്തിലുള്ള വെല്ലുവിളി നിലനിൽക്കുന്നത് കൊണ്ട് തന്നെ ഇതിപ്പോൾ ഏത് രീതിയിൽ ഇന്നിപ്പോൾ കൊണ്ടുപോകണമെന്ന കാര്യത്തിൽ ഒരു അവ്യക്തതയുണ്ടെന്നാണ് നമുക്കിപ്പോൾ അറിയാൻ കഴിയുന്നത്. ഷഫീദ് റാവുത്തറിലേക്ക് നമ്മൾ വീണ്ടും പോവുകയാണ്. ഷഫീദ്, ഇപ്പോൾ ഈ കാണുന്ന ദൃശ്യങ്ങൾ, നദിയിൽ വീണ്ടും ഈ സംഘം ഇറങ്ങിക്കഴിഞ്ഞോ? ഇന്നിപ്പോൾ വീണ്ടും തെരച്ചിൽ തുടരാം എന്നുള്ള ഒരു തീരുമാനത്തിൽ എത്തിയിട്ടുണ്ടോ? നമ്മൾ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ
ഭാഗത്തുകൂടി ഇന്നത്തെ അവലോകന യോഗത്തിന് ശേഷം മന്ത്രി ശശീന്ദ്രൻ മാധ്യമങ്ങളെ കണ്ടിരുന്നു. അദ്ദേഹം പറഞ്ഞത് കർണാടകയോട് ഈ തെരച്ചിൽ ഫലം കാണുന്നതുവരെ തുടരണമെന്ന ഒരാവശ്യം ഉന്നയിച്ചിട്ടുണ്ട്. മറ്റു ചില ശ്രമങ്ങൾ നടത്തി നോക്കാമെന്ന് ജില്ലാ ഭരണകൂടം അറിയിച്ചുവെന്നും മന്ത്രി നമ്മളോട് പറഞ്ഞു. അതേസമയം രക്ഷാദൗത്യത്തിന് റെഡ്ജറിന്റെ സാധ്യത പ്രായോഗികമല്ലെന്ന് കാർവാർ MLA അറിയിച്ചു. നദിയിലേക്ക് പ്രൊക്ലൈനർ ഇറക്കുന്നതാണ് ഇപ്പോൾ ആലോചനയിലുള്ളതെന്നും അദ്ദേഹം അറിയിക്കുകയായിരുന്നു. ഏതായാലും ഈശ്വർ മാൽപ്പയും സംഘവും വീണ്ടും നദിയിലേക്ക് ഇറങ്ങിയിട്ടുണ്ട്. ഇന്ന് ഏത് രീതിയിൽ തെരച്ചിൽ നടത്തും എന്നുള്ളത് അല്പസമയത്തിനകം തന്നെ അറിയാൻ കഴിയും. കുത്തൊഴുക്ക്, നദിക്ക് അടിയിലെ ആഴത്തിലുള്ള കുത്തൊഴുക്ക്, അത് വലിയ പ്രതിസന്ധി ഉണ്ടാക്കുന്നുണ്ട്. ശ്രീകാന്ത് കൂടി ചേരുന്നു നമുക്കൊപ്പം. ശ്രീകാന്ത്, ഇപ്പോൾ വീണ്ടും അവർ ഈ സംഘം നദിയിലേക്ക് ഇറങ്ങിയിട്ടുണ്ടോ? എന്താണ് അവരുടെ ഭാഗത്തു നിന്നുള്ള ഒരു വിവരം? നിലവിലിപ്പോൾ ഈ സംഘം ഡൈവർ ഈശ്വർ മാൽപ്പയുടെ നേതൃത്വത്തിലുള്ള സംഘം നദിയിലേക്ക് ഇറങ്ങിക്കഴിഞ്ഞു. ഇന്നലെ 3 സ്പോട്ടുകൾ അവർ പരിശോധിച്ച് അവിടെ മാർക്ക് ചെയ്തിരുന്നു. ആ മാർക്ക് ചെയ്ത ആ മേഖലയിലാണ് നിലവിലിപ്പോൾ ഈശ്വർ മാൽപ്പെ നിൽക്കുന്നത്. ഈശ്വർ മാൽപ്പയ്ക്ക് അദ്ദേഹം ചില സംശയം പറഞ്ഞു. ഈ ലോറി ഇനി ഒഴുകി നീങ്ങി വല്ലതും ചെയ്തിട്ടുണ്ടോ എന്നൊരു സംശയം അദ്ദേഹം പറഞ്ഞിരുന്നു. ഒപ്പം തന്നെ ചില കേബിളുകൾ, വയറുകൾ തന്റെ കാലിൽ തടഞ്ഞിരുന്നു എന്നും അദ്ദേഹം ചൂണ്ടിക്കാട്ടി. ഈ സ്ഥലത്താണ് ഇപ്പോൾ ഈശ്വർ മാൽപ്പെ നിൽക്കുന്നത്. ഈ വയറുകൾ വലിച്ചു പുറത്തേക്കിടും എന്ന് അദ്ദേഹം പറഞ്ഞു. ചില തടികൾ കെട്ടിയ വയറുകളാണ്, കേബിളുകളാണ് എന്ന് സംശയിക്കുന്നു എന്നാണ് അദ്ദേഹം പറഞ്ഞത്. അത് വലിച്ചു പുറത്തേക്കിടാനുള്ള ശ്രമം അദ്ദേഹത്തിന്റെ ഭാഗത്തു നിന്നും ആദ്യമുണ്ടാകും. അത് ഉയർന്നു വരുമോ എന്ന് അദ്ദേഹത്തിന് കൃത്യമായി അറിയില്ല. വിസിബിൾ അല്ല, അകത്തെ ഒരു തരത്തിലും അകത്ത് വിസിബിൾ അല്ല വെള്ളത്തിനടിയിൽ, അതും അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. എങ്കിലും താനൊന്ന് ശ്രമിച്ചു നോക്കുകയാണെന്ന് മാത്രമേ അദ്ദേഹം ചൂണ്ടിക്കാണിച്ചിട്ടുള്ളൂ. നേരത്തെ നേവി അദ്ദേഹത്തിന് ഔദ്യോഗിക അനുമതി നൽകിയിരുന്നില്ല, പക്ഷെ സഹായം വാഗ്ദാനം ചെയ്തിരുന്നു. അതിന്റെ അടിസ്ഥാനത്തിൽ ഇറങ്ങി ഇന്ന് ഒരു തിരച്ചിൽ കൂടി നടത്തുകയാണ്. വലിയ പ്രതീക്ഷയൊന്നും തന്നെ നിലവിലില്ല. ആ രീതിയിലാണ് ഇവിടുത്തെ ജനപ്രതിനിധികളും അതോടൊപ്പം ഉദ്യോഗസ്ഥരും കൃത്യമായി പറയുന്നത്. അടിയൊഴുക്കുണ്ട്, വിസിലിട്ടിയില്ല, മണ്ണും ചെളിയും കല്ലും മരവും നിറഞ്ഞു കിടക്കുകയാണ്. ഇതുവരെയും ഒരു തെളിവും കിട്ടിയിട്ടില്ല. എന്നാലും ശ്രമിക്കുകയാണ്. കേരളവും ആവശ്യപ്പെട്ടിട്ടുണ്ട് ദൗത്യം നിർത്തരുത് എന്ന്. ശക്തമായ എതിർപ്പ് ചില കാര്യങ്ങളിൽ അറിയിച്ചു. യോഗത്തിലെടുക്കുന്ന തീരുമാനം നടപ്പാക്കാത്തത് ശരിയല്ല എന്ന് കേരളം അറിയിച്ചു. പക്ഷേ എന്ത് തന്നെ ചെയ്താലും ഇവിടെ ചില കാര്യങ്ങളിൽ പ്രശ്നമുണ്ട്. ഫ്ലോട്ടിംഗ് ബ്രിഡ്ജ് കൊണ്ടുവരാൻ തീരുമാനിച്ചു, അത് നടപ്പായില്ല, സാങ്കേതിക പ്രശ്നമുണ്ട്. ഡ്രഡ്ജർ കൊണ്ടുവരാൻ തീരുമാനിച്ചു, അത് നടപ്പായില്ല, സാങ്കേതിക പ്രശ്നമുണ്ട്. പ്രൊക്ലൈനർ കൊണ്ടുവരുമെന്ന് പറയുന്നു, നടന്നാൽ മതി എന്ന് പറഞ്ഞാൽ മതി. കാരണം ഇതുവരെയും ഇത്തരം തീരുമാനങ്ങൾ ഒന്നും നടപ്പാക്കപ്പെട്ടില്ല. ആകെ നടന്നത് ഈ മാൽപ്പെ വന്നത് മാത്രമാണ്. മാൽപ്പയ്ക്ക് ഇന്നലെ ഒന്നും ചെയ്യാൻ കഴിഞ്ഞില്ല. ഇന്ന് എന്തെങ്കിലും സാധിക്കുമോ എന്ന് മാത്രമാണ് അറിയാനുള്ളത്. ഇതുവരെയും അദ്ദേഹത്തിന് കൃത്യമായി ഒരു കാര്യവും കണ്ടെത്താനും സാധിച്ചിട്ടില്ല. ഏറ്റവും അടുത്തു നിന്നുള്ള ദൃശ്യങ്ങൾ നമ്മൾ ഇന്ന് ലഭ്യമാക്കുന്നുണ്ട്. പ്രേക്ഷകർക്ക് അതിൽ നിന്ന് തന്നെ നേരിട്ട് കാര്യങ്ങൾ മനസ്സിലാക്കാം. ഒരു തരത്തിലുള്ള എക്സാജുറേഷനും ഇക്കാര്യത്തിലില്ല. ഒട്ടും തന്നെ കുറച്ച് കാണുന്നതുമില്ല. എന്താണ് അവിടെ ആക്ച്വലി നടക്കുന്നത് എന്നുള്ള കാര്യം പ്രേക്ഷകർക്ക് 24-ലൂടെ ഏറ്റവും അടുത്ത് കാണാം. ഒപ്പം ആ നദിയിൽ വലിയ ആഴവും അതോടൊപ്പം ഒഴുക്കുമുണ്ടെന്ന് പറയുമ്പോഴും എന്തുകൊണ്ട് ഇറങ്ങുന്നില്ല എന്ന് ഒട്ടനവധി ചോദ്യങ്ങൾ നമ്മുടെ യൂട്യൂബിലൊക്കെ വന്നിരുന്നു. അതിനുള്ള മറുപടി കൂടി ഈ ദൃശ്യങ്ങളിൽ കാണാം. വലിയ ശക്തമായ ഒഴുക്കാണ് ഈ നദിയിലുള്ളത്. അതും കൃത്യമായി നമ്മൾ വളരെ അടുത്ത് നിന്നും ഇന്ന് പകർത്തിയിട്ടുണ്ട്. നമുക്ക് അവിടെ എത്താൻ കഴിഞ്ഞു. ആ ബേസ് ക്യാമ്പിൽ നിന്നാണ് നമ്മളത് പകർത്തിയത്. അതിൽ നിന്ന് തന്നെ കാര്യങ്ങൾ വ്യക്തമാകും. ദുഷ്കരമാണ് ദൗത്യം. മാൽപ്പയുടെ വാക്കുകളിൽ മാത്രം വിശ്വസിച്ചാണ് ഇപ്പോൾ കാര്യങ്ങൾ നടക്കുന്നത്. മറ്റൊരു കാര്യവും ഈ ഘട്ടത്തിൽ ഇവിടെ നടക്കുന്നില്ല. തികഞ്ഞ അനിശ്ചിതത്വമുണ്ട്. ഇനി മുന്നോട്ട് എങ്ങനെയാണ് എന്ന കാര്യത്തിലും പ്രതീക്ഷ വയ്ക്കുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ. മാൽപ്പെ വരട്ടെ. ഈ ഒരു ദൗത്യം വൈകുന്നേരം വരെ അദ്ദേഹം നടത്തും. ഇടയ്ക്കൊരു ബ്രേക്ക് കാണും. അതിനുശേഷം വീണ്ടും തുടരും. വൈകിട്ട് അദ്ദേഹം കയറും. അപ്പോഴറിയാം എന്താണ് അവസ്ഥ എന്നുള്ളത്. ശ്രീകാന്ത് പറഞ്ഞതുപോലെ തന്നെയാണ്. ശ്രീകാന്ത് ഇപ്പോൾ അയച്ച ഈ ദൃശ്യങ്ങളിൽ നിന്ന് അടുത്ത് കാണുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാകും കൃത്യമായ ഒരു നടപടികളിലേക്ക് കടക്കാൻ ഇതുവരെ അവർക്ക് കഴിഞ്ഞിട്ടില്ല. കാരണം ശ്രീകാന്ത് പറഞ്ഞതുപോലെ തന്നെ ശക്തമായ അടിയൊഴുക്കും ആ നദിയുടെ ഇപ്പോഴത്തെ ഒരു കാലാവസ്ഥ അതെല്ലാം കൂടെ പരിഗണിച്ചായിരിക്കുമല്ലോ ഈ രീതിയിലുള്ള മുന്നോട്ട് പോക്ക്. അതേതായാലും നടക്കുന്നില്ല. അവിടെ പരിശോധന നടത്തുന്നു എന്നുള്ളത് മാത്രമാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ശ്രീകാന്ത് നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ വലിയ വെല്ലുവിളി ഈ ഒരു ദൗത്യത്തിൽ
നിൽക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ പല തീരുമാനങ്ങളും ഇതുവരെ നടപ്പായിട്ടില്ല. അതിന് ഏറ്റവും പ്രശ്നമാകുന്നതും പ്രതിസന്ധിയാകുന്നതും ഈ പറഞ്ഞ വെല്ലുവിളികൾ തന്നെയാകാം. ഒരു ജീവനായുള്ള അല്ലെങ്കിൽ ഒന്നിലേറെ ജീവനായുള്ള തെരച്ചിൽ നടത്തുമ്പോൾ തീർച്ചയായിട്ടും ഇനി മറ്റൊരു അപകടം ഉണ്ടാകരുത് എന്നുള്ള ഒരു കൃത്യമായിട്ടുള്ള ഒരു ധാരണയുടെ പുറത്ത് തന്നെയാകാം അത്തരത്തിലുള്ള വലിയ പ്രതിസന്ധികളിലേക്ക് കടക്കാതിരിക്കുന്നതും. ഇനിയുള്ള തെരച്ചിലിന് നേവിയുടെ ഭാഗത്തു നിന്ന് ഈശ്വർ മാൽപേക്ക് അനുമതി കിട്ടിയിട്ടില്ല എന്നുള്ളതും ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പോയിന്റാണ്. കാരണം ആ അനുമതി ഇല്ലാതെ അദ്ദേഹം എങ്ങനെയായിരിക്കും ഇനി അടുത്ത നടപടികളിലേക്ക് കടക്കുക? വലിയ വെല്ലുവിളി ഉണ്ട് മുന്നിൽ. പക്ഷേ ജില്ലാ ഭരണകൂടവും കേരളവും ഒക്കെ ഈശ്വർ മാൽപേ അദ്ദേഹത്തിൻ്റെ സംഘം അവരിൽ തന്നെ പ്രതീക്ഷ അർപ്പിക്കുന്നു. അപ്പോൾ തീർച്ചയായിട്ടും ആ ഒരു വലിയ ഉത്തരവാദിത്വം ഏറ്റെടുത്തിട്ട് വേണം ഈ വെല്ലുവിളിയിലേക്ക് അവർക്ക് കടക്കാൻ. അപ്പോൾ ആ രീതിയിൽ എന്ത് തീരുമാനം ഉണ്ടാകും എന്നുള്ളത് നിർണായകമാകുന്നു അല്ലേ ശ്രീകാന്ത്? സ്മിത, ഒരു കാര്യം പ്രധാനപ്പെട്ട കാര്യം എടുത്തു പറയേണ്ടതുണ്ട്. ഇതിന്റെ ഒഴുക്കിന്റെ കാര്യം പറയുമ്പോൾ നമ്മുടെ പ്രേക്ഷകരടക്കം വിശ്വസിക്കുന്നില്ല. പലരും ഫോൺ ചെയ്തൊക്കെ ചോദിക്കുന്നത് കമ്പി കുത്തി നിർത്തിക്കൂടെ, റെയിൽപാളം കൊണ്ടുവന്നൂടെ, ഭാരമുള്ള വസ്തുക്കൾ ഇട്ടുകൂടെ, വലിയ ബോട്ടുകൾ കൊണ്ടുവന്നൂടെ, അങ്ങനെ പല ചോദ്യങ്ങളാണ് ചോദിക്കുന്നത്. ഒന്ന് മനസ്സിലാക്കേണ്ടത്, ഇന്ന് രാവിലെ ഞാൻ ആ സ്ഥലത്ത് നിൽക്കുകയായിരുന്നു, ആ ബേസ് ക്യാമ്പിൽ ഉണ്ടായിരുന്നു. ബേസ് ക്യാമ്പിൽ നിൽക്കുമ്പോൾ നേവിയുടെ ഒരു ബോട്ട് ഇതിലെ ഒഴുക്ക് പരിശോധിക്കാൻ ഇറങ്ങി. നടുക്ക് വെച്ച് അവരുടെ എഞ്ചിൻ ഓഫായി പോയി. ആ എഞ്ചിൻ ഓഫായി പോയ ഘട്ടത്തിൽ ആ വാഹനം പോയത് ഈ ദൃശ്യത്തിൽ കാണുന്ന ബോട്ടാണ്, അവരുടെ ഡിഗ്ഗി ബോട്ടാണ്. അന്ന് രാവിലെ അവർ ഇറക്കിയതും ഒഴുകിപ്പോയതും ഈ കൃത്യം ഈ ബോട്ട് തന്നെയാണ്. അത് നടുക്ക് വെച്ച് ഓഫായി പോയ ശേഷം അവർ ഒറ്റ പോക്കായിരുന്നു താഴേക്ക് ഒഴുകി. ആ നാവികർക്ക് അത് നിർത്തുന്നതിനോ ആ നദിയിൽ അത് നിലയുറപ്പിക്കുന്നതിനോ നാവികർക്ക് സാധിച്ചില്ല എന്നുള്ളതാണ് വസ്തുത. അത് നമ്മൾ നേരിട്ട് കണ്ടുകൊണ്ടിരിക്കുകയാണ്. ആ ഒഴുക്ക് എത്രത്തോളം ഭീകരമാണെന്ന് നമ്മൾ കണ്ടു. ഈ നാവികർ ഡീപ് ഡൈവ് ഒക്കെ ചെയ്യുന്ന നാവികർ, ഏത് കാലാവസ്ഥയിലും വെല്ലുവിളികൾ ഏറ്റെടുക്കുന്ന നാവികർ, അവർക്ക് ആ എഞ്ചിൻ ഓഫായിട്ട് ആ ബോട്ടൊന്നും നിർത്താൻ പോലും പറ്റുന്നില്ല, അത് ഒഴുക്കിക്കൊണ്ടു പോവുകയാണ്. ആ പശ്ചാത്തലത്തിൽ അവർ വളരെ പണിപ്പെട്ടാണ് ആ ബോട്ടിന്റെ എഞ്ചിൻ വീണ്ടും സ്റ്റാർട്ടാക്കിയതും കരയിലേക്ക് വന്നതും. ആ സ്ഥലത്തേക്കാണ് മാൽപേ എന്ന ഒരു വ്യക്തി ഈ അടിയൊഴുക്ക് എല്ലാം തൃണവൽഗണിച്ചുകൊണ്ട് എടുത്തു ചാടി അത്ഭുതങ്ങൾ പ്രവർത്തിക്കുമെന്ന് നമ്മൾ ഇപ്പോഴും പ്രതീക്ഷിക്കുന്നത്. അദ്ദേഹത്തിന് അത് കഴിയട്ടെ, ആ ചങ്കുറപ്പ് അദ്ദേഹം കാണിച്ചു, അതിനെ അംഗീകരിക്കുന്നു. അദ്ദേഹത്തിന് അത് കഴിയട്ടെ എന്ന് പ്രതീക്ഷിക്കുന്നു. എങ്കിലും പതിയെ ആ യാഥാർത്ഥ്യം അംഗീകരിച്ചു തുടങ്ങേണ്ട സാഹചര്യം വരുന്നു എന്ന് തോന്നുന്നു. കാരണം കൃത്യമായി ഒരു പ്ലാനും ഇല്ല ഇനി എന്ത് എന്നുള്ളത്. മാൽപേ നോക്കട്ടെ, നടന്നില്ലെങ്കിൽ അടുത്തതെന്ത് എന്ന് അപ്പോൾ നോക്കാം. ആ ഒരു ചിന്തയിലാണ് കാര്യങ്ങൾ നിൽക്കുന്നത്. കേരളം സമ്മർദ്ദം കൊടുക്കുന്നുണ്ട് എന്നുള്ളത് ശരിയാണ്. പക്ഷേ അതിനപ്പുറത്തേക്ക് ഓർഡർ ഇടാൻ കേരളത്തിലെ ഉദ്യോഗസ്ഥർക്കോ കേരളത്തിലെ ജനപ്രതിനിധികൾക്കോ കഴിയില്ല. ഇത് വേറൊരു സംസ്ഥാനമാണ്, അവരുടെ തീരുമാനങ്ങളാണ്, അതവർ കൃത്യമായി നടപ്പാക്കുന്നുണ്ട്. അതിൽ അഭ്യർത്ഥന മുന്നോട്ട് വെക്കൽ മാത്രമേ നമുക്ക് നടക്കുകയുള്ളൂ. അവരവരുടെ പരിമിതികൾ പറയുന്നുണ്ട്. ഈ ക്രെയിൻ കൊണ്ടുവരുമോ എന്ന് ചോദിച്ചപ്പോൾ MLA നമ്മളെ കാണിച്ചു, ഓരോ ബ്രിഡ്ജിന്റെയും ഫോട്ടോ സഹിതം ഇന്നലെ കാണിച്ചു. എന്നിട്ട് പറഞ്ഞത്, ഈ ഗംഗാവാലി ബ്രിഡ്ജ് ഉണ്ട്, അത് കടന്ന് ഈ ക്രെയിൻ വരില്ല, ആ പാലം പൊളിക്കേണ്ടി വരും ക്രെയിൻ വലുത് വരണമെങ്കിൽ. പിന്നെ കൊങ്കൺ റെയിൽ ബ്രിഡ്ജ് ഉണ്ട്, അത് മുഴുവൻ മുറിച്ചു മാറ്റണം ഇത് കടന്നു വരണമെങ്കിൽ. പിന്നെ എങ്ങനെയാണ് ഇത് എത്തിക്കുക എന്നുള്ളത് അറിയില്ല എന്ന് പറഞ്ഞു. ഫ്ലോട്ടിംഗ് പൊണ്ടൂൺ കൊണ്ടുവരുന്നത് സംബന്ധിച്ച് MLA ഒരു ശ്രമം നടത്തി നോക്കിയിരുന്നു. പക്ഷേ അതിന്റെ ടെക്നീഷ്യന്മാർ രാജസ്ഥാനിൽ നിന്ന് വരണം. എനിക്ക് തോന്നുന്നില്ല. ഇന്ന് രാവിലെ വരുമെന്നൊക്കെ പറഞ്ഞതാണ്, നമ്മളത് വിശ്വസിച്ചതേ ഇല്ലായിരുന്നു. ഉച്ചവരെയായിട്ടും അതൊന്നും വന്നിട്ടില്ല. വരുമോ എന്ന് ചോദിച്ചപ്പോൾ ആരും മറുപടി നൽകുന്നതുമില്ല. പല വഴിക്ക് പോവുകയാണ്. ആ ചോദ്യത്തിൽ നിന്നും ഒഴിഞ്ഞു മാറി പോവുകയാണ് പലരും ചെയ്യുന്നത്. നടക്കുമെന്ന് ഒരു പ്രതീക്ഷയുമില്ല. തൽക്കാലം മാൽപേയെ വിശ്വസിക്കാം, മാൽപേയെ കാത്തിരിക്കാം. മാൽപേ ഇപ്പോൾ നടത്തുന്നതിൽ എന്തെങ്കിലും കിട്ടുമെന്ന് പ്രതീക്ഷയോടെ കാത്തിരിക്കാം എന്നതല്ലാതെ, അല്ലെങ്കിൽ ആ യാഥാർത്ഥ്യ ബോധത്തോടുകൂടി കാര്യങ്ങൾ നോക്കിക്കാണണം എന്നുകൂടിയേ പറയാൻ സാധിക്കൂ. നിലവിൽ എന്തായാലും നമ്മൾ ദൃശ്യത്തിൽ നമുക്ക് പലതും കാണാൻ സാധിക്കും. ഇത്ര അടുത്തു നിന്ന് നമുക്ക് ഇത് കാണാനും ഇത് പകർത്താനും ഈ കാര്യങ്ങൾ നേരിട്ട് മനസ്സിലാക്കാനും ഈ ബേസ് ക്യാമ്പിൽ എത്തി സാധിച്ചത് ഇപ്പോഴാണ്. അവർ എന്തൊക്കെ ചെയ്യുന്നു എന്നുള്ളത്, അതിൽ നിന്ന് നമുക്ക് ചിത്രം ഏറെക്കുറെ വ്യക്തമാണ്. അതാണ് ഇത്ര തുറന്ന് നമ്മൾ സംസാരിക്കുന്നത്. അമിതമായ പ്രതീക്ഷ നൽകലോ ഏതെങ്കിലും തരത്തിൽ വഴിതെറ്റിക്കലോ ഒന്നും തന്നെ ഉദ്ദേശിക്കുന്നില്ല. പല കമന്റുകളൊക്കെ നേരത്തെ യൂട്യൂബിൽ അത്തരത്തിൽ വന്നിരുന്നു. അങ്ങനെ ഒന്നും തന്നെ ശ്രീകാന്ത് ഇപ്പോൾ പറഞ്ഞ കാര്യങ്ങൾ എനിക്ക് തോന്നുന്നു നമ്മുടെ പ്രേക്ഷകർ തന്നെ ഒരുപാട് പേർ നമ്മളോട് സംശയങ്ങൾ ചോദിക്കുന്നുണ്ട്. നമ്മൾ ഈ ദൂരെ നിന്ന് മാറി നിന്ന് പറയുന്നത് പോലെ എല്ലാ കാര്യങ്ങൾ എനിക്ക് തോന്നുന്നു അവരുടെ എല്ലാം ഒരുപാട് സംശയങ്ങൾക്കുള്ള മറുപടിയാണ് ഇപ്പോൾ കൃത്യമായി തന്നെ വളരെ വ്യക്തതയോടെ യാഥാർത്ഥ്യബോധത്തോടെ ശ്രീകാന്ത് അവരോട് പറഞ്ഞത് എന്ന് തോന്നുന്നു. പക്ഷെ തീർച്ചയായിട്ടും ആ ഒരു പ്രതീക്ഷ കൈവിടുന്നു
എന്നുള്ള തിരിച്ചറിവ്, വല്ലാത്ത ദേഷ്യം, അല്ലെങ്കിൽ ആ രീതിയിൽ വൈകാരികമായ പ്രതികരണങ്ങളിലേക്കൊക്കെ ഒരുപാട് പേർ കടക്കുന്നുണ്ട്. അത് നമ്മൾ കാണുന്നുമുണ്ട്. പക്ഷേ സത്യമായി തന്നെ അംഗീകരിക്കേണ്ടിയിരിക്കുന്നു. ഇപ്പോൾ തെരച്ചിൽ തുടരുന്നുണ്ട് എന്നാണ് നമുക്ക് മനസ്സിലാകുന്നത്. മാൽപ്പയും സംഘവും ഇപ്പോൾ തെരച്ചിൽ വീണ്ടും തുടങ്ങിയിട്ടുണ്ട്. എന്താകും വരും മണിക്കൂറുകളിൽ ഈ തെരച്ചിൽ ഇന്നത്തെ ഏത് രീതിയിലാണ് പോവുക? പുഴയിലെ കുത്തൊഴുക്ക് തീർച്ചയായിട്ടും വലിയ വെല്ലുവിളി ഉണ്ട് എന്നുള്ള കാര്യം ഒരു യാഥാർത്ഥ്യവുമാണ്.